സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ട്രംപിൻ്റെ ഭീഷണിയും ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഗാസ ബ്ലോക്കേഡും ഫലം കണ്ടു തുടങ്ങി. ഹമാസ് നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തി സീസ്ഫയറിനെ സംബന്ധിച്ചുള്ള ടോക്സ് ആരംഭിക്കാൻ പോവുകയാണ്. സീസ്ഫയർ ടോക്ക് പുനരാരംഭിക്കുന്നു എന്നുള്ളത് ഇസ്രായേലും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അവരുടെ ടീം ദോഹയിലേക്ക് ഉടനെ സീസ്ഫയർ ടോക്സ് തുടരുന്നതിന് വേണ്ടി അവരുടെ ടീം ഉടനെ തന്നെ ദോഹയിലേക്ക് പോകുന്നതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഹമാസ് പറയുന്നത് സെക്കൻഡ് ഫേസ് സീസ്ഫയർ ടോക്കാണ് നടക്കാൻ പോകുന്നത് എന്നാണ്. ഇസ്രായേൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ഫേസ് സീസ്ഫയർ ടോക്ക് ഇല്ല എന്നാണ് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതുതായി അവരൊന്നും പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ നിലപാടിൽ അവർ വ്യത്യാസം വരുത്തിയിട്ടില്ല എന്ന് വേണം വിചാരിക്കും. അതായത് ദോഹയിൽ നടക്കാൻ പോകുന്ന സീസ്ഫയർ ടോക്സ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഫസ്റ്റ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ദി വാർ ആൻഡ് റിമൂവൽ ഓഫ് ദിസ് ഗാസ ബ്ലോക്കേഡ്. ഗാസയിൽ നിന്ന് ബ്ലോക്കേഡ് പൂർണ്ണമായി ഒഴിവാക്കുക, ഗാസയിൽ നിന്ന് പട്ടാളം ഇസ്രായേൽ മിലിറ്ററി പരിപൂർണമായും ഒഴിവാവുക, കൂടാതെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക. ഇതാണ് സെക്കൻഡ് ഫേസ് ഓഫ് ടോക്കിനുള്ള പ്രീ കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ മെൻഷൻ ചെയ്തിട്ടേ. അപ്പോൾ ഇവിടെ ഹമാസ് പറയുന്നത് സെക്കൻഡ് ഫേസ് ഓഫ് ടോക്കാണ് തുടങ്ങാൻ പോകുന്നതെന്നാണ്, ഭംഗിക്ക് അവർ പറയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന വാർത്തകൾ, അവരുടെ മീഡിയേറ്റേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഹമാസ് റംസാൻ തീരുന്നത് വരെ, റംസാൻ മാസം അത് മാർച്ച് 29 അവസാനിക്കുന്നത്, അവരുടെ പെരുന്നാൾ. അപ്പോൾ അത് വരുന്നത് വരെയുള്ള ദിവസങ്ങളിലേക്ക് സീസ്ഫയറിന് അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു ന്യൂസ് വരുന്നത്. വേറെ ന്യൂസ് വരുന്നത് 60 ദിവസത്തേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ഓഫ് ഫേസ് 1 നടത്തുക. ആ കാലഘട്ടത്തിൽ 12 ലിവിങ് ഹോസ്റ്റേജസിനെ, അതായത് ജീവനോടെയുള്ള 12 ഹോസ്റ്റേജസിനെ കൈമാറുക. ഹമാസിന് വേണ്ട വളരെ ഇയർമാർക്കായിട്ടുള്ള 90 ബന്ധികളെ കൈമാറുക. അപ്പോൾ അവർ 90 ബന്ധികൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കൊലക്കുറ്റക്കാരോ അല്ലെങ്കിൽ ഭീകരവാദികളൊക്കെ ആയിരിക്കും. അത് കൃത്യമായി ഇയർമാർക്ക് ചെയ്തിട്ടുള്ള 90 ബന്ധികളെ കൈമാറുക. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവും സംസാരിക്കുന്നതായി കേൾക്കുന്നു. എന്തായാലും ശരി, സെക്കൻഡ് ഫേസ് അല്ല സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫേസിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് ഏകദേശം ഷുവറാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഡിമാൻഡ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല, ഫസ്റ്റ് ഫേസേ ഉള്ളൂ. അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു, സീസ്ഫയർ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ബന്ധികളെയും, 59 ബന്ധികളാണ് ജീവനോടെയോ മരിച്ചിട്ടോ അവരുടെ കയ്യിലുള്ളത്. അതിൽ 24 പേരാണ് ജീവനോടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ അവരെ മുഴുവൻ കൈമാറുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഡിമാൻഡ്. അത് ഏത് തരത്തിലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഉടനെ ബന്ധികളെ മുഴുവൻ കൊടുത്തില്ലെങ്കിൽ തീർത്ത് കളയും എന്നുള്ളതാണ് ട്രംപിൻ്റെ വാക്ക്. അപ്പോൾ ട്രംപിൻ്റെ ഭീഷണി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഏത് തരത്തിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വേറെ വിഷയമൊക്കെ ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ അത് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം ഹമാസ് മാത്രം ജീവിക്കുന്ന സ്ഥലമല്ലല്ലോ, അവിടെ സാധാരണക്കാർ മനുഷ്യരുണ്ട്. അപ്പം ഹമാസിനെ തീർക്കുന്ന കൂട്ടത്തിൽ ഈ മനുഷ്യരോട് തീർന്നു പോകും. അപ്പോൾ അതൊന്നും ആ തരത്തിലൊരു ഒരു ആക്ഷൻ നടപ്പില്ല. അപ്പോൾ നേരെ മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ കൃത്യമായ പ്ലാൻ ഉണ്ട് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഫസ്റ്റ് ഫേസ് സീസ്ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് ഡേയ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനിടയിലൂടെ അവർക്ക് ബന്ദികളെ കിട്ടണം. അപ്പോൾ അത് നെഗോസിയേഷൻ ടേബിളിൽ അവർ കൃത്യമായിട്ട് വയ്ക്കും. അത് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിപ്പിക്കാനുള്ളൊരു തുടക്കമായിട്ടാണ് ഗാസയിൽ ഒരു ബ്ലോക്കേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ബ്ലോക്കേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അവർ 8 കാര്യമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് അവിടെ ഇലക്ട്രിസിറ്റിയും ബാറ്ററും കട്ട് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടും നിന്നില്ല എങ്കിൽ അടുത്ത സ്റ്റേജായിട്ട് വരാൻ പോകുന്നത് ഗാസയിലെ ബോംബിങ്ങാണ്. ഇന്നലെ തന്നെ ഗാസയിൽ ഒരു സ്ഥലത്ത് ഇസ്രായേൽ ബോംബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ഹമാസ് ഭീകരർ ചില സ്ഥലങ്ങളിൽ മൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. മൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ മണ്ണിൽ ബോംബ് കുഴിച്ചിടുക, ചവിട്ടുമ്പോൾ പൊട്ടുന്ന സാധനം, അത് അല്ലെങ്കിൽ വണ്ടി ഓടുമ്പോൾ പൊട്ടുന്ന സാധനം, അത് കുഴിച്ചിടാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ട് അവർ ബോംബ് ഡ്രോപ്പ് ചെയ്തതാണ്. 2 പേര് മരിച്ചിട്ടുണ്ട്. 4 പേര് മരിച്ചു എന്നാണ് ഹമാസ് പറയുന്നത്. 2 പേര് മരിച്ചതായിട്ടാണ് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പം ഇവർ പീസ് ടോക്കിന് വഴങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സീസ്ഫയർ ഫസ്റ്റ് ഫേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വഴങ്ങുന്നില്ലെങ്കിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള ബോംബിങ് ഉണ്ടാവും. ഇനി അങ്ങനെ അതുകൊണ്ടും നിൽക്കുന്നില്ലെങ്കിൽ 4ാമത്തെ നിലയിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള കോമ്പിങ് ഓപ്പറേഷൻ ഉണ്ടാവും. അതായത് ടാങ്കുകൾ ഫീൽഡിലേക്ക് കടക്കുകയും അത് ഭയങ്കരമായിട്ട് മാൻ ലോസ് വരും. 2 ഭാഗത്തേക്ക് മാൻ ലോസ് വരും. എന്നാൽ ഹമാസിൻ്റെ വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 40,000-ന് മേലെയാണ് ഹമാസ് ഭീകരരുള്ളത്. അതിൽ നിന്ന് 20,000 ആളുകളെ കൊന്നുകളയുവാൻ കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്.
ആ 20,000 പേരെ കൊന്നുകളയുമ്പോൾ പകരം 20,000 പേരെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിക്രൂട്ട് ചെയ്ത ആളുകൾ പയ്യന്മാരാണ്. പലരും 15 വയസ്സ് 16 വയസ്സ് ആ റേഞ്ചിലുള്ളവരാണ്. ഇവരെ തീർത്തും ട്രെയിനിങ് ഇല്ലാത്തവരാണ്. ഒരു തരത്തിലും ട്രെയിനിങ് ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൺട്രെയിൻഡ് ആണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇനി വരുന്ന ഇസ്രായേൽ ആർമിയുമായിട്ട് അവർക്ക് അത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അവർക്ക് ഈ പറയുന്ന സൂയിസൈഡൽ ബോംബിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു സാധാരണ ടെക്നിക്ക് ഉണ്ടല്ലോ. സ്വർഗത്തിൽ പോകാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന പരിപാടി, മേത്ത് ബോംബ് കെട്ടിവെച്ചുകൊണ്ട് വന്നിട്ട് ടാങ്കിൻ്റെ മുകളിൽ ചാടി വീഴുക, അങ്ങനത്തെ പരിപാടികൾ. അത്തരം പരിപാടികൾക്കുള്ള സാധ്യതയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു പട്ടാളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ ഈ പിള്ളേരെയൊക്കെ ഉപയോഗിക്കുന്നത്. അതിനായിരിക്കാം ബോംബ് കെട്ടിവെച്ചിട്ട് സ്വർഗത്തിൽ പോയിട്ട് അവർ പറയുന്ന പിന്നെ അർമാദിക്കലുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകളെ കൂട്ടം കൂട്ടുന്നതായിരിക്കാം. എന്തായാലും ശരി, വാട്സിറ്റ് ജാം പറയുന്നത് ഇവർ ആളുകൾ റിക്രൂട്ട് ചെയ്ത് നമ്പർ തിരിച്ചു വെച്ചിട്ടുണ്ട്. അൺട്രെയിൻഡ് ആണ്. ആയുധങ്ങൾ വളരെ കുറവാണ്. കാരണം മിക്കവാറും എല്ലാം ഇസ്രായേൽ നശിപ്പിച്ച് കളഞ്ഞു. ഇവരുടെ കുറേ കേവുകൾ നശിപ്പിക്കാൻ കേവുകൾ ബാക്കിയുണ്ട്. അപ്പം ഇനി അടുത്ത സ്റ്റേജിൽ ഇസ്രായേൽ ഈ കേവുകൾ മുഴുവൻ തെരഞ്ഞു പിടിക്കുകയും എല്ലാം നശിപ്പിക്കുകയും. പക്ഷേ ഇതിന് വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് ഇതിനാവശ്യമായി വരുന്ന സമയം എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ വീണ്ടും 1 വർഷം കൂടി, യുദ്ധം ഓൾറെഡി 1 വർഷം കഴിഞ്ഞതാണ്. അത് ഇനിയും 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്താലേ ഈ അവസാനത്തെ ഹമാസ് ഭീകരനെ വരെ പുകച്ച് പുറത്ത് ചുട്ടുകളയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ട്. അപ്പോൾ അതാണ്, ആ രീതിയിലാണ് ഇസ്രായേൽ ഇനി ഈ സീസ്ഫയർ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ, എക്സ്റ്റെൻഡ് ചെയ്താലും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. അവരുടെ മുഴുവൻ ബന്ദികളെയും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഫുൾ ഓപ്പറേഷനിലേക്ക് കടക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ അമേരിക്ക ഇതിനിടെ കൂടി ഹമാസുമായിട്ട് ഡയറക്റ്റ് ടോക്ക് നടത്തി എന്നുള്ളത് ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നൊരു എക്സ്റ്റെൻസീവായിട്ട് ടോക്സ് ഒന്നുമല്ല. കാരണം അമേരിക്ക അവിടെ പോയിട്ട് ടോക്ക് നടത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഹമാസിന് വേണ്ട കാര്യങ്ങളല്ല ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത്. ഹമാസിന് എന്താ വേണ്ടത്? അവർ ബന്ദികളെ വിട്ടയക്കുന്ന സമയത്ത് ഹമാസിന് വേണ്ടത് അവരുടെ പ്രസിഡൻസിനെയാണ്. പ്രസിഡൻസ് ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് സീസ്ഫയർ എക്സ്റ്റൻഷനാണ്. സീസ്ഫയർ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഇസ്രായേലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ടോക്ക് ഹമാസും അമേരിക്കയും തമ്മിൽ ഒരിക്കലും നടക്കില്ല. അപ്പം അമേരിക്കയ്ക്ക് വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം. അതിപ്പോൾ എല്ലാ മീഡിയേറ്റേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലും ഹമാസും കൂടിയുള്ള സംസാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇരുത്തിക്കൊണ്ടുള്ള ഹമാസ് സംസാരം എന്ന് പറയുമ്പോൾ അതൊരു ഹീറ്റ് ടോക്ക് ആയിരിക്കും. കാരണം ശത്രുക്കളാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് മീഡിയേറ്റർ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കക്ഷിയായി സംസാരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് പുതിയ ന്യൂസൊന്നുമില്ല. അത് മീഡിയ ഉണ്ടാക്കിയ ഒരു ഹൈപ്പാണ്. അമേരിക്ക നേരിട്ട് തീർക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് മീഡിയ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് മാത്രമാണ്. അമേരിക്ക നേരിട്ട് അങ്ങനെ പ്രശ്നം തീർക്കാനാവില്ല. കാരണം ഹമാസിന് എന്താണോ വേണ്ടത് അത് മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ കൊടുത്താലേ അവർക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവർ വെറുതെ അമേരിക്ക പോയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ 4 ബന്ദികളെ, അമേരിക്കയുടെ 4 ഡെഡ് ബോഡിയും ഒരു ജീവനോടുള്ള ആളും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആ 5 പേരെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഹമാസിന് എന്തെങ്കിലും തിരികെ കിട്ടണം. അത് തിരികെ കിട്ടേണ്ടത് അവർക്ക് അവരുടെ ബന്ദികൾ, അവരുടെ പ്രസനേഴ്സിനാണ് കിട്ടേണ്ടത്. അത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അപ്പം ഇസ്രായേലുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഈ പ്രശ്നം ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനതുകൊണ്ട് രസകരമായൊരു കാര്യം, ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇസ്രായേലിന് 4 ദിവസത്തെ ഡെഡ് ലൈൻ നൽകുക. വെറും 4 ദിവസം. 4 ദിവസത്തിനുള്ളിൽ പിന്നെ ഗാസ എംബാർഗോ എടുത്തു മാറ്റിയെങ്കിൽ അദ്ദേഹം ഇസ്രായേലിനെ ചൂട്ടുപൊരിക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം ചിലപ്പോൾ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കുറച്ച് വെടിക്കെട്ടൊക്കെ നമുക്ക് കാണാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ഇനി ഈ ഈജിപ്തിൻ്റെ ഒരു നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ വെച്ചിരുന്നു ട്രംപിൻ്റെ മുൻപിൽ. ഏകദേശം $5,300 കോടി വരുന്ന ഒരു റിപ്പയറിംഗ് പ്ലാനാണ് ഗാസയിലെ ആളുകളെ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള ഗാസ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതിനവർ പറയുന്ന കോസ്റ്റ് $5,300 കോടി ഒരു പാക്കേജാണ് അവർ പറഞ്ഞത്. പക്ഷേ പാക്കേജിലേക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നതിനെ സംബന്ധിച്ച് അവർ പറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ആ ഫണ്ട് റേസ് ചെയ്യണമെന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. ഇവരുടെ ഈ പ്രപ്പോസലിനെ ഫ്രാൻസും ബ്രിട്ടനും ഇറ്റലിയും വെൽക്കം ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുമുണ്ട്. 4 രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇത് സമാധാനത്തിലേക്കുള്ള നല്ലൊരു കാൽവയ്പ്പാണ് എന്നാണ് അവരുടെ ഭാഗത്ത് വന്ന റെസ്പോൺസ്. അവർ ഫണ്ടിൽ സഹായിക്കുന്നു പറഞ്ഞിട്ടില്ല, സമാധാനത്തേക്കുള്ള നല്ല കാൽവയ്പ്പാണ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അവിടെ പുനർനിർമ്മാണം എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ സാധ്യമല്ല. കാരണം ഇറ്റ്സ് റബിൾ. അവിടെ മുഴുവൻ നാശനഷ്ടമാണ്. അത് ചെറിയൊരു സ്ഥലമാണ്. ആ ചെറിയ സ്ഥലം മുഴുവൻ പാക്ക് ചെയ്ത് കെട്ടിടങ്ങളായിരുന്നു. ആ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ തന്നെ ഇതിൽ കൂടുതൽ തുക ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ടല്ലേ കൺസ്ട്രക്ഷൻ്റെ കാര്യം വരുന്നത്. അപ്പം അത് ക്ലീൻ ചെയ്തിട്ടല്ലേ കൺസ്ട്രക്ഷൻ വരുന്നത്. ക്ലീനിങ്ങിനെ കുറിച്ച് സംസാരിക്കാതെ എങ്ങനെയാണ് കൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കുക? അതുകൊണ്ട് ആ പരിപാടി നടപ്പില്ല എന്നാണ് ഈ പറയുന്ന പ്രപ്പോസൽ. കൊള്ളാവുന്നൊരു പ്രപ്പോസൽ അല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ഇതൊരു നല്ല കാര്യമാണ്.
ഇതുവരെ അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങി എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണെന്നാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. എങ്കിലും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന കാര്യം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഗതിയല്ല എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രതികരണവും ഏകദേശം അതുപോലെയാണ്. അതിനിടയിലൂടെ ഇസ്രായേൽ ഈസ് പ്രിപ്പയറിംഗ് സ്പെഷ്യൽ പ്ലാൻ ഫോർ പീപ്പിൾ ടു ലീവ് ഗാസ. അപ്പോൾ ഗാസയിൽ പിന്നെ ജീവിക്കുന്ന ഗാസയിലെ ആളുകൾ, ഗാസ നിവാസികൾക്ക് ഗാസ വിട്ടു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്രായേൽ വളരെ തിരക്കിട്ട ചർച്ചകൾ ഏർപ്പെടുകയും ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഗാസ നിവാസികൾക്ക് ഗാസയിൽ നിന്ന് പുറത്തു പോകാൻ അവസരമില്ല, ഒളിച്ചോടി പോകാനേ പറ്റുള്ളൂ. അവർക്ക് ഒഫീഷ്യലായിട്ട് ഗാസയിൽ നിന്ന് പുറത്തു പോകുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് മാത്രമാണ്. വേറെ ഒരു കാര്യത്തിനും ഒഫീഷ്യലായിട്ടൊന്നും പുറത്തു പോകാൻ പറ്റില്ല. കാരണം അവിടുന്ന് പുറത്തു പോകണമെങ്കിൽ എങ്ങനെ പുറത്തേക്ക് പോകുന്നത്? ഈജിപ്തിലേക്കുള്ള കോറിഡോർ ഇപ്പോൾ ക്ലോസ് ചെയ്തു. മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ബോർഡർ. ആ ബോർഡർ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. ബാക്കിയുള്ള ബോർഡേഴ്സ് മുഴുവൻ ഇസ്രായേലിൻ്റെ ലാൻഡുമാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല. ആകെ പോകാൻ പറ്റുന്ന ഈജിപ്തിലേക്കാണ്. അതിപ്പോൾ അവർ ക്രോസ് ചെയ്തു. അതിലൂടെ കുറേ ആൾക്കാർ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. ഇനി അത് നടക്കില്ല, അവരത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് എങ്ങോട്ട് പോകണമെങ്കിൽ എയർപോർട്ടില്ല, പിന്നെ വേറെ സീ പോർട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ള പാലസ്തീനികൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ കാര്യമായി നടത്തുന്നുണ്ട്. അവരുടെ ഒരു ചിന്തയനുസരിച്ച് കൂടാതെ US ഈ രക്ഷപ്പെട്ടു പോകുന്ന പാലസ്തീനികളെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളും രഹസ്യമായി ചില അറബ് രാജ്യങ്ങളിലെ സമ്പന്ന രാജ്യങ്ങളല്ല, ഈജിപ്ത്, ലെബനൻ തന്നെയാണ് അവർ തന്നെ കുറച്ച് ഒക്കെ അവരും, കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ് ഇവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് അമേരിക്ക പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് എന്താണ് അതിന് ആവശ്യമുള്ളത്, എന്ത് തരത്തിലുള്ള കോമ്പൻസേഷനാണ് ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ അതിനിടയിലൂടെ നടക്കുന്നുണ്ട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ. അപ്പോൾ ഇത് ഒരു ഓഫറായിട്ട് ഗാസ നിവാസികളുടെ മുൻപിൽ വെക്കുമ്പോൾ ധാരാളം പാലസ്തീനികൾ ഈ ഓഫർ സ്വീകരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി 2 സ്ഥലങ്ങളാണ്. ഒന്ന് ആഷ്ഡോഡ് പോർട്ട് എന്ന് പറയുന്ന കപ്പലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന മെഡിറ്ററേനിയൻ സീയിലാണ്. അത് ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വരും. ഗാസയുടെ കുറച്ച് വടക്ക് ഭാഗത്ത്, ഗാസയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വടക്ക് ഭാഗത്തായിട്ട് ഇസ്രായേലിലുള്ള വലിയൊരു പോർട്ടാണ് ആസ്ഡോദ് പോർട്ട്. അവിടെ നിന്ന് കപ്പലിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കൂടാതെ റാമോൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തുള്ളൊരു പോർട്ടാണ്. ജോർദാനും ഇസ്രായേലും തമ്മിൽ വരുന്ന ബോർഡറിലാണ് ഇത് വരുന്നത്. ഗാസയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കായിട്ടാണ്, ഇസ്രായേലിൻ്റെ ബോർഡറിലാണ് ഇസ്രായേലിലുള്ള റാമോൻ എയർപോർട്ട്. വലിയ എയർപോർട്ടാണ്, വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ നിന്നും ഇവർക്ക് പറന്ന് പുറത്തേക്ക് പോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലൂടെയാണ് ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യേണ്ടവർക്ക് 10, 20, 30, 100 ആയിട്ട് പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവർക്ക് ഡെസ്റ്റിനേഷൻസ് പറഞ്ഞു കൊടുക്കും. അവർക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള മിനിമം സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കും. ഇപ്പോൾ ഗാസ ഇപ്പം മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേയല്ല. ഈ ടെൻറ്റ് കെട്ടി ഇതിനകത്ത് കന്നുകാലി കിടക്കുന്നവർ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മനുഷ്യർ, രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ നേരെ സ്വർഗത്തിൽ പോയിട്ട് മറ്റേ സംഗതികളിൽ ഏർപ്പെടുക എന്നുള്ളതല്ല, മനുഷ്യർക്ക് ഭൂമിയിലാണ് ജീവിക്കേണ്ടതെന്ന് ബോധ്യമുള്ള, തലയ്ക്കകത്ത് ചോറുള്ള മനുഷ്യർ പരസ്യത്തിന് ധാരാളം ഉണ്ടെന്നും അങ്ങനെയുള്ള ആളുകൾ ഇവരുടെ ഈ ഓഫർ സ്വീകരിക്കുമെന്നുമാണ് ഈ 2 രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. അത് അതിനിടയിലൂടെ നടന്നു പോകുന്നുണ്ട്. അതിനിടയിലൂടെ ഖത്തർ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയോട് ഇസ്രായേലിൻ്റെ അണുവായുധങ്ങൾ അവർ കണക്കെടുക്കണമെന്നും അത് വെരിഫൈ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ 90 മുതൽ 120 വരെ പവർഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. ഇസ്രായേൽ ഒരിക്കൽ പോലും അങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യവുമല്ല. അപ്പോൾ അത് വെരിഫൈ ചെയ്യണമെന്ന് ഒരു ഡിമാൻഡ് ഖത്തർ വെച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ റഷ്യയും ഇറാനും ചൈനയും ചേർന്ന് ഒരു ജോയിൻ്റ് നേവൽ എക്സസൈസ് ഇറാനോട് ചേർന്നുള്ള കടലിൽ സംഘടിപ്പിക്കുന്നതായി ചൈന ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഈ റഷ്യ, ഇറാൻ, ചൈന നെക്സസ് അത് വളരെ ആക്റ്റീവായി നിർത്താൻ വേണ്ടിയുള്ള ചൈനയുടെ ശ്രമമാണ്. അല്ലെങ്കിൽ റഷ്യ ഈ നെക്സസിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കൻ പാർട്ടിലേക്ക് ചായാതിരിക്കാൻ വേണ്ടിയുള്ള ചൈനയുടെ ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇവരെല്ലാ വർഷവും ഈ എക്സസൈസ് നടത്തുന്നതാണ്. ഈ വർഷം വിപുലമായ തോതിൽ ഈ എക്സസൈസ് നടക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള റെസ്പോൺസുകൾ റഷ്യയിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. സൗദി അറേബ്യൻ രാജാവ് സൽമാൻ ബിൻ അബ്ദൽ അസീസ് അദ്ദേഹം സെലൻസ്കിയുമായി മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സെലൻസ്കി ഈ ആഴ്ച, ഈ കമ്മിങ് വീക്കിൽ സൗദി അറേബ്യയിൽ എത്തുമെന്നും അമേരിക്കൻ എൻവോയുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനോട് ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഉക്രൈനെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും സമാധാനമല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യ സമാധാനത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ
കൂടുതൽ സാങ്ഷൻസ് റഷ്യയുടെ മുകളിൽ അവർ ഇമ്പോസ് ചെയ്യും എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. അതിനിടയിലൂടെ ഇറാന് ട്രംപ് ഒരു കത്തയച്ചിരുന്നു, അമേരിക്കയുമായിട്ട് നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരണം. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ to them saying, I hope you are going to negotiate, because if we have to go in a military way, it is going to be terrible for them. അപ്പോൾ ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞതാണിത്. അതായത് നമുക്കിത് നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കൊരു കത്തയച്ചിട്ടുണ്ട്. ഇത് യുദ്ധം ചെയ്ത് തീർക്കാനാണെങ്കിൽ നിങ്ങളുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലായി പോകും എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ അത് ഇറാനിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് കാറ്റസ്ട്രോഫിക്കലായിരിക്കും, അല്ലെങ്കിൽ തീർത്തും അപകടകരമായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഖമേനി മറുപടി പറഞ്ഞിട്ടുണ്ട്, some bullying governments insist on negotiations, but their negotiations are not aimed at solving issues, but to dominate and impose their own expectations. ഇപ്പോൾ ഖമേനി പറയുന്നത്, ഈ ഇങ്ങനെ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ലോകത്തിൽ, അവർ നെഗോസിയേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അവരുടെ നെഗോസിയേഷൻ സമാധാനത്തിന് വേണ്ടിയുള്ളതല്ല, അവർ ഞങ്ങളുടെ മേലെ പവർ എക്സർട്ട് ചെയ്യാൻ ശ്രമിക്കാൻ പോയി പണി നോക്കട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനിടയിലൂടെ അമേരിക്ക ന്യൂക്ലിയർ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ലോകത്തിലെ ഏത് രാജ്യങ്ങളും റേഞ്ചിൽ വരുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് ന്യൂക്ലിയർ മിസൈൽസ്, പുതിയ തരം, അല്ലെങ്കിൽ ഇതുവരെ ഡെവലപ്പ് ചെയ്തിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈപ്പ് ടെസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ റേഞ്ചിൽ റഷ്യയും ചൈനയും ഇറാനും ഒക്കെ പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് അവർ എന്തിനു വേണ്ടി ടെസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയത്തില്ല. ഇതൊരു ന്യൂസിലേക്ക് ഇത് വരുന്നതാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട്, അമേരിക്കൻ ഡിഫൻസിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് വലിയ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് നമുക്കറിയാം. അമേരിക്ക വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ബോയിങ് കമ്പനികളാണ്. അപ്പം അതുപോലെ തന്നെ ഈ മിസൈൽ നിർമ്മിക്കുന്നതും പ്രൈവറ്റ് കമ്പനികളാണ്. അപ്പോൾ അവരും കൂടി ചേർന്നുകൊണ്ടാണ് അമേരിക്കൻ ഡിഫൻസ് ഈ മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മിസൈലിൻ്റെ പ്രത്യേകതയായി പറയുന്നത്, റഡാർ സിസ്റ്റങ്ങൾക്ക് ഒരു തരത്തിലും ഈ ബാലിസ്റ്റിക് മിസൈലിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തലയിൽ വന്ന് വീട് കഴിയുമ്പോൾ ഇവർ അറിയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ യു എസിനെ സംബന്ധിച്ച് അവർ ഈ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ബലം ഉപയോഗിച്ചുള്ള സമാധാന ശ്രമം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പോയിട്ട് കാല് പിടിച്ചുള്ള സമാധാന ശ്രമങ്ങളല്ല. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പറയുന്നു സമാധാനം മതി എന്ന് പറഞ്ഞാൽ, രണ്ട് സ്ട്രീറ്റ് ഡോഗുകൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അവശേഷം വന്നിട്ട് രണ്ടിനെ പിടിച്ചു മാറ്റുന്ന മാതിരിയുള്ള ഒരു കളിയാണെന്ന് കൂട്ടിയാൽ മതി ഇത്. അപ്പോൾ ഈ ഫൈറ്റിങ്ങിനിടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇനി യുദ്ധം ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് മാറ്റി നിർത്തുക, എന്നിട്ട് സമാധാനം അവിടെ ഇമ്പോസ് ചെയ്യുക. അപ്പം ഇറാൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, ഉക്രൈൻ്റെ കേസ് തന്നെ സംഭവിക്കും, റഷ്യയുടെ കേസ് തന്നെ സംഭവിക്കും. അപ്പോൾ റഷ്യ വിചാരിച്ചിട്ടുണ്ട്, ഉക്രൈനെ അദ്ദേഹം ട്രിം ചെയ്യാൻ ശ്രമിച്ചപ്പം നമുക്ക് സൗകര്യമായി എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കുറച്ച് ശക്തമായിട്ട് റഷ്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരവെന്ന നിലയിലാണ് ട്രംപ് പറയുന്നത്, അതൊരു സൗകര്യമായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് പുറകെ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നെഗോസിയേഷൻ ടേബിളിൽ എത്തുന്നതിന് മുൻപ് രണ്ട് രാജ്യങ്ങളെയും ട്രിം ചെയ്ത് നിർത്തുക എന്നുള്ളൊരു ടെക്നിക്കാണ് ട്രംപ് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇറാൻ്റെ അടുത്തും അതേ ടെക്നിക്കാണ് അദ്ദേഹം ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാങ്ഷൻസ് ഉണ്ട്. അതിനിടയിലൂടെ ഇറാഖിലെ ഗവൺമെൻറ്റിനെ യു എസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് അറിയാമല്ലോ. അപ്പം ഇറാഖ് ഗവൺമെൻറ്റിനോട് ഓയിൽ ആൻഡ് ഗ്യാസ് എംബാർഗോ, ഇലക്ട്രിസിറ്റി, ഇറാനിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്, കൂടാതെ ഗ്യാസും വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. രണ്ട് പരിപാടി നിർത്തിയേക്ക് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാൻ്റെ മുകളിൽ കൂടുതൽ ഇക്കണോമിക് എംബാർഗോ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവർ എല്ലാ ഭാഗത്തും ടൈറ്റായി കൊണ്ടുവന്നിട്ട് നെഗോസിയേഷൻ ടേബിളിൽ പീസ് അല്ലാതെ വേറെ ഒരു അവസ്ഥ പറ്റുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ.